അടുത്ത വർഷത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ബാഴ്സലോണയ്ക്ക് നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ട്. യുവേഫയുടെ സാമ്പത്തിക ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് ബാഴ്സ കടുത്ത നടപടി നേരിട്ടേക്കുമെന്ന് ജർമ്മൻ പത്രമായ ഡൈ വെൽറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലെ ബാഴ്സലോണ വരുമാനം $334 മില്യൺ. എന്നാൽ ഇവരുടെ വരവ് ചെലവ് കണക്കിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നാണ് യുവേഫ അധികൃതരുടെ കണ്ടെത്തൽ. ക്ലബിൻ്റെ ബാലൻസ് ഷീറ്റിനെ ഒരു ദുരന്തമെന്നാണ് യുവേഫ അംഗങ്ങൾ വിലയിരുത്തിയതെന്ന് ഡൈ വെൽറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത കടബാധ്യതയുള്ള ക്ലബിൻ്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിൽ യുവേഫ കണക്കാക്കാത്ത ഭാവിയിലെ TV, മാർക്കറ്റിംഗ് അവകാശങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനവും ഉൾപ്പെടുത്തിയാണ് പുറത്തിറക്കിയത്. ഇത് യുവേഫയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചെലവും വരുമാനവും സന്തുലിതമാക്കാൻ ക്ലബ്ബുകൾക്ക് ബാധ്യതയുണ്ടെന്നും യുവേഫ അധികൃതർ പറയുന്നു. ബാഴ്സലോണയ്ക്ക് 2-3 വർഷത്തെ സസ്പെൻഷൻ ലഭിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതേസമയം 2022 സാമ്പത്തിക വർഷത്തിൽ അദൃശ്യ ആസ്തികൾ വിനിയോഗിക്കുന്നതിൽ നിന്നുള്ള ലാഭം തെറ്റായി കാണിച്ചതിന് ബാഴ്സലോണയ്ക്ക് നേരത്തെ €6 ദശലക്ഷം പിഴ ചുമത്തിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.